കേരള യൂണിവേഴ്സിറ്റിയിൽ MBA ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിൽ വീഴ്ചയുണ്ടായ അധ്യാപകനെ പിരിച്ചുവിടാൻ ശുപാർശ. അധ്യാപകന് വീഴ്ച പറ്റിയെന്നാണ് അന്വേഷണ സമിതിയുടെ കണ്ടെത്തൽ. അധ്യാപകന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട്. പോലീസ് അന്വേഷണം വേണമെന്നും ശുപാർശയുണ്ട്. റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. റഹീസ് റഷീദ്, എന്തൊക്കെയാണ് ഈ കേസിൽ? ഇപ്പോൾ കുട്ടികളിൽ ഏറെക്കുറെ ഒരു 90% ആളുകൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നഷ്ടപ്പെട്ട സംഭവം, അതിന്മേലുള്ള നടപടികൾ എങ്ങനെയാണ്? സുജയ, അധ്യാപകന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന പ്രാഥമിക വിശദമായ റിപ്പോർട്ടാണ് ഈ അന്വേഷണ സംഘം VC-ക്ക് നൽകിയത്. അതിൽ കഠിനമായ ശിക്ഷ, അതായത് ഈ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പിരിച്ചുവിടാനുള്ള ശുപാർശ യൂണിവേഴ്സിറ്റി അംഗീകരിക്കാനാണ് സാധ്യത. അധ്യാപകൻ നൽകിയ വിശദീകരണം ഇരുചക്ര വാഹനത്തിൽ മൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരക്കടലാസുമായി പോയപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്നതാണ്. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല എന്ന് അന്വേഷണ സമിതി പറയുന്നു. എന്ന് മാത്രമല്ല, ഈ അധ്യാപകന്റെ മൊഴിയിൽ പലതരത്തിലുള്ള ഒരു ഏകോപനമില്ല. പല കാര്യങ്ങൾ പലതവണ ചോദിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള മറുപടിയാണ് നൽകുന്നത് എന്ന ഒരു പ്രതികരണം കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതി കഴിഞ്ഞു. പല കുട്ടികളുടെയും അവസ്ഥ, അവർക്ക് ജോലി കിട്ടിക്കഴിഞ്ഞും പരീക്ഷയുടെ റിസൾട്ട് വരാത്തതുകൊണ്ട് അതിലേക്ക് കയറാൻ പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. 5 കോളേജുകളിലായി 71 വിദ്യാർത്ഥികളുടെയാണ് MBA അവസാന വർഷ ഉത്തര പേപ്പർ നഷ്ടമായത്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്, തിരുവനന്തപുരത്ത് നിന്ന്.